ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഏറ്റവും നല്ല കപ്പിൾസിനുള്ള അവാർഡ് കിട്ടുന്ന നമ്മുടെ സച്ചി രേവതിക്കുമാണല്ലേ. ആ ഒരു സന്തോഷത്തിലാണ് ഇരുവരും ഉള്ളത്. അതേ രീതിയിൽ തന്നെ സന്തോഷത്തിലാണ് ശ്രീകാന്തും വർഷയും ഉള്ളത്. എന്നാൽ ശ്രുതിക്കൊന്നും തന്നെ തീരെ പിടിക്കുന്നില്ല. ഇതേ സമയം തന്നെ ചന്ദ്രത്ത് അവിടെ രവി ഉമ്മറത്തേക്ക് നോക്കുന്ന സമയത്ത് അവിടെ കുറേ പേര് മാലയും ചെണ്ടമേളങ്ങളും ഒക്കെ ആയിട്ട് കാത്തു നിൽക്കുന്ന കാണുമ്പോൾ തന്നെ രവി വന്ന് പറയുന്നുണ്ട്, ഇതെന്താ നിങ്ങളെല്ലാവരും ഇവിടെ വെച്ച് കല്യാണം നടത്താൻ പറ്റുകയില്ല കേട്ടോ. നിങ്ങൾക്ക് കല്യാണം നടത്തുമെന്നാണെങ്കിൽ രജിസ്ട്രേഷൻ ഓഫീസിലേക്കോ അല്ലെന്നാണ് ഏതെങ്കിലും അമ്പലങ്ങളിലേക്കോ പോയിക്കോളാൻ പറയുന്ന നേരത്ത് ഞങ്ങളെ കൊച്ചമ്മ വിളിച്ചിട്ടാണ് വന്നത് എന്ന് വന്നവരിൽ ഒരാൾ പറയുകയാണ്. ഈ ഒരു സമയം തന്നെയാണ് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്ര വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മകനും മരുമകളുമായ ശ്രുതിയുമാണ് ഇന്നത്തെ വിന്നർ. അതുകൊണ്ട് ഞാൻ അവർ വരുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള ആഘോഷങ്ങളാണ് ഇതെല്ലാം എന്നൊക്കെ പറയുന്ന സമയത്ത് അവർ തന്നെയാണ് ജയിച്ചതെന്ന് നീ ഉറപ്പിച്ചോ എന്ന് രവി ചോദിക്കുന്നുണ്ട്. പിന്നല്ലാതെ ആർക്ക് പോകാനാണ്, അവരാണ് ഏറ്റവും നല്ല വിവരമുള്ളവർ. അതുമാത്രമല്ല അവർക്ക് അതിൻ്റേതായ രീതിയിൽ എല്ലാ കാര്യങ്ങളും പെരുമാറി നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ അറിയാമെന്നൊക്കെ ചന്ദ്ര പറയുന്ന നേരത്തെ രവി ഇതെല്ലാം കേട്ട് നിൽക്കാൻ കേട്ടോ. അതിനുശേഷം രവിയോടായിട്ട് പറയുന്നുണ്ട്, അവർ വരുന്ന സമയത്ത് ഈ ആരതി എടുത്തുകൊണ്ട് വന്ന രവിയേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വേഗം തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, എന്തായാലും കൊട്ടും മേളം എല്ലാം തുടങ്ങട്ടെ, അവരിപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ഇവരെ കാണുമ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കൊട്ടും താളവും എല്ലാം കേട്ടുകൊണ്ട് തന്നെ ശ്രുതിയും കാലിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് വന്ന് അതിനനുസരിച്ച് താളം പിടിക്കേണ്ടത്. ഇത് കാണുന്ന സമയത്ത് തന്നെ ചന്ദ്ര മനസ്സിൽ വിചാരിക്കണം, എൻ്റെ മക്കൾക്ക് തന്നെയാണ് സമ്മാനം ലഭിച്ചിരിക്കുന്നത് എന്ന് കരുതിക്കൊണ്ട് തന്നെ അവരുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ചന്ദ്ര വേഗം പറയുന്നുണ്ട്, ഇവർക്ക് വേണ്ടിയുള്ള ഹാരം കഴുത്തിൽ അണിയിച്ചോളാൻ പറയുമ്പോഴത്തേക്ക് ശ്രുതി പറയുകയാണ്, ആൻറ്റി എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി, ഞങ്ങൾ തോറ്റുപോയി എന്ന് വിചാരിച്ച് ആൻറ്റിക്ക് സങ്കടമാവുമെന്നാണ് കരുതിയത്. ഇതിപ്പോൾ ആൻറ്റി വളരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ സന്തോഷിപ്പിച്ചു എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും വേഗം തന്നെ രവി പറയുകയാണ്, ഇടലേ കഴുത്തിൽ മാല ഇടലേ, ഇവരല്ല വിന്നേഴ്സ് എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങളിൽ പിന്നെ ആരാണ്? ഓ ശ്രീകാന്ത് വർഷയുമായിരിക്കുമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് നോക്കുന്ന സമയത്ത് ശ്രീകാന്തും വർഷയും കാറിൽ വന്നിറങ്ങാം കേട്ടോ. ഇതേ സമയം തന്നെ കൊട്ടു ആരവങ്ങളും മുഴങ്ങുന്ന കേട്ടുകൊണ്ട് തന്നെ ശ്രീകാന്തും വർഷയും അങ്ങോട്ടേക്ക് വന്ന് താളം പിടിച്ച് ഡാൻസ് കളിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കൊട്ടു നിർത്തിയതിന് ശേഷം ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങളാണല്ലേ വിജയികൾ, എനിക്ക് എന്നാലും ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വർഷ പറയുന്നുണ്ട്, ഏറ്റവും നല്ല കപ്പിൾസ് ഞങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ ജയിച്ചത് ഞങ്ങളല്ല എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രയുടെ മുഖഭാവം വേഗം മാറുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ രവി ചോദിക്കുന്നുണ്ട്, പിന്നെ ആരാണ് വിന്നേഴ്സ് എന്ന് ചോദിക്കുന്ന സമയത്താണ് സച്ചി രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. ഇവർ കാലിൽ നിന്ന് ഇറങ്ങുന്ന കാണുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രയ്ക്ക് വലിയ സന്തോഷമൊന്നുമില്ല. ചന്ദ്ര പറയുന്നുണ്ടോ, ഈ കുടുംബത്തിലേക്കല്ല വേറെ ആരാണ്ടോടെ സമ്മാനം കൊണ്ടുപോയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സച്ചി വണ്ടിയിൽ നിന്ന് തനിക്ക് കിട്ടിയ ക്യാഷ് പ്രൈസും രേവതി ട്രോഫിയുമായിട്ട് ഇറങ്ങി വരുന്നത് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് ഒരു അടി കിട്ടിയ അവസ്ഥയാവാണ്. ഇത് എന്നാൽ രവിക്കാകട്ടെ വളരെയധികം സന്തോഷം. രവി ഓടിച്ചെന്ന് ഇരുവരെയും കെട്ടിപ്പിടിക്കുകയും അതുപോലെ തന്നെ തൻ്റെ സന്തോഷങ്ങളെല്ലാം തന്നെ പറഞ്ഞറിയിക്കുകയും ചെയ്യുന്നുണ്ടോ. അതിനുശേഷം കൂട്ടുകാരോടായിട്ട് പറയുന്നത്, എന്താ നിങ്ങൾ നോക്കിയിരിക്കുന്നത്, കൊട്ടി ആരവങ്ങൾ മുഴങ്ങട്ടെ, മാത്രമല്ല കഴുത്തിൽ മാല ഇടാനൊക്കെ പറയുന്ന സമയത്ത് ചന്ദ്ര തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രവി തൻ്റെ ഉറച്ച തീരുമാനത്തിന് നിൽക്കാണ്ട് അങ്ങനെ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും കഴുത്തിലേക്ക് മാല അണിയിക്കുകയും അതിലുപരി അതൊരു ആഘോഷമായി തന്നെ അവിടെ കൊണ്ടാടുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം രവി ചന്ദ്രയോടായിട്ട് പറയുകയാണ്, നീ എന്തായാലും മണ്ണല്ലേ, ഈ ആരതി എടുത്ത് ഇവർ ഒഴിയാൻ പറയുന്ന സമയത്ത് ചന്ദ്ര മടിച്ചു നിൽക്കുന്നുണ്ട്. നിന്നോട് ഒഴിയാനല്ലേ പറഞ്ഞത് എന്ന് രവി ഉറച്ച തീരുമാനത്തോട് പറയുമ്പോഴത്തേക്കും ചന്ദ്ര മനസ്സിലോടുകൂടി തന്നെ രണ്ടുപേരെ ഒഴിയാണ് കേട്ടോ. ഈ ഒരു സമയം തന്നെ സച്ചി രേവതിയും തങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ആഘോഷം ചെയ്തു തന്നതിന് ചന്ദ്രയോടായിട്ട് നന്ദിയൊക്കെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. രവി പറയണം, എന്തായാലും എല്ലാവരും ക്ഷീണിച്ച് വന്നാൽ അകത്ത് പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞുകൊണ്ട് എല്ലാവരും അകത്ത് കയറ്റി വിടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പോയി കഴിയുമ്പോഴും ചന്ദ്ര വളരെ ദേഷ്യത്തോട് കൂടി തന്നെ നിൽക്കുന്ന നേരത്ത് മേളക്കാർ വന്നിട്ട് പറയുന്നുണ്ട്, കൊച്ചമ്മ ഒരു 500 രൂപ ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി തരണമെന്ന് പറയുന്ന സമയത്ത് 500 രൂപ പൊക്കോളിന് എൻ്റെ കൺമുന്നിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര വളരെയധികം ദേഷ്യത്തോടെ തന്നെ അകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ മേളക്കാരെല്ലാം തന്നെ പോകുന്ന സമയത്തും 1-2 കൊട്ടും അതുപോലെ തന്നെ കുഴലിൽ ഓതുമൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു കാഴ്ചയെല്ലാം തന്നെ ചന്ദ്രയെ വല്ലാതെ തന്നെ ദേഷ്യപ്പെടുത്തുക കണ്ടോ. പിന്നീട് കാണിക്കുന്ന അകത്തേക്ക് ചെന്നതിന് ശേഷം ശ്രുതിയും ആകെ ടെൻഷനിലാണ്. തങ്ങൾക്ക് സമ്മാനം ലഭിച്ചില്ലല്ലോ എന്നുള്ള ടെൻഷനിലിരിക്കുന്ന സമയത്താണ് ചന്ദ്ര ഇരുവർക്കുമായിട്ടുള്ള ചായയുമായിട്ട് വരുന്നത്. അത് മേടിച്ച് കഴിക്കുന്ന സമയത്തും ശ്രുതി ആകെ ടെൻഷനിലാണ്. ആ ഒരു സമയം ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ തോറ്റുപോയി എന്ന് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു, പക്ഷേ അവരുദ്ദേശിച്ച ഉത്തരമൊന്നും ഞങ്ങളെ കൊണ്ട് പറയാൻ സാധിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ ശ്രുതി വളരെയധികം നിരാശയോടുകൂടി തന്നെ പറയുകയാണ്. ഇതേ സമയം തന്നെ സച്ചി രേവതിയുമാകട്ടെ തങ്ങൾക്ക് കിട്ടിയ സമ്മാനം എവിടെ വെക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്ന നേരത്ത് സച്ചി വേഗം പറയണം, നമ്മളിവിടെ വച്ചല്ലേ ചർച്ച ചെയ്യണം, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയും കൂട്ടിക്കൊണ്ട് ഹാളിലേക്ക് ചെല്ലട്ടെ. അതേസമയം തന്നെയാണ് ചന്ദ്രയും ശ്രുതിയും എല്ലാം തന്നെ മുകളിലത്തെ നിലയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരുന്നത്. ഇറങ്ങി വന്ന ഉടനെ തന്നെ സച്ചി പറയുകയാണ്, നമ്മൾ ലക്ഷക്കണക്കിന് പോട്ടെ 1000കണക്കിന് പേരിൽ നിന്നാണ് നമ്മൾ നല്ല കപ്പിൾസായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വീട്ടിൽ മാത്രമല്ല നമ്മൾ പുറത്തും നല്ലൊരു ദമ്പതികളായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നൊക്കെയാണ് സച്ചി വളരെയധികം സന്തോഷത്തോടെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതിക്കും ചന്ദ്രയ്ക്കൊന്നും തീരെ പിടിക്കാതെ ഇഷ്ടപ്പെടാത്ത
രീതിയിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. ആ ഒരു സമയം തന്നെ രവി അങ്ങോട്ടേക്ക് വരുന്നത്. രവി വന്നിട്ട് പറയുകയാണ്, ഞാൻ പണ്ടും പറഞ്ഞിട്ട് നിങ്ങൾ മാതൃകാ ദമ്പതികളാണ്, നിങ്ങൾ തന്നെയായിരിക്കും ഇന്നും മാതൃകാ ദമ്പതികൾ എന്നൊക്കെ ഇന്ന് രവി പറയാണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് ഇഷ്ടപ്പെടാൻ നിൽക്കുകയാണ് ചന്ദ്ര. ആ ഒരു ഭാഗത്തോട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.